ഏകദേശം 44 കൊല്ലമായി ബി.ജെ.പിയുമായി ബന്ധമുള്ള ഒരാളാണ് ജോർജ് കുര്യൻ എന്നുള്ളത്. 44 കൊല്ലം നാട്ടകം കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അവിടെ സജീവ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ബി.ജെ.പിക്ക് വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വെറ്ററനാണ് ഈ ജോർജ് കുര്യൻ എന്നുള്ളത്. അവരുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ബി.ജെ.പിയുടെ അതിന് വേണ്ടിയുള്ള ഒരു കരുനീക്കം തന്നെയാണ് ഇപ്പോൾ ജോർജ് കുര്യനെ മന്ത്രിയാക്കിക്കൊണ്ടുള്ള ഈ ഒരു തീരുമാനം എന്നുള്ളത്. അതായത് സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനെ കൂടി മന്ത്രിയാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ കേരളത്തിൽ അവരുടെ വർഷങ്ങളായി അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗെയിം പ്ലാൻ ബി.ജെ.പിയുടേത് കൃത്യമായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഹൈന്ദവ വോട്ടുകൾക്ക് പുറമെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബി.ജെ.പി വന്നു നിൽക്കുന്ന ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിന്നും മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തലാണ് അവർക്കുള്ളത്. ഇപ്പോൾ വർക്കല ആറ്റിക്കൽ മണ്ഡലം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ചിന്നിച്ചിതറുന്ന ഒരു വലിയ കാഴ്ചയാണുള്ളത്. 2ാം സ്ഥാനത്തുള്ള CPM സ്ഥാനാർത്ഥിയും 3ാം സ്ഥാനത്ത് വന്ന കേന്ദ്രമന്ത്രി വി മുരളീധരനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ കുറവ് മാത്രമാണ്. 16,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ തോതിൽ ആ ഒരു സമുദായത്തിനിടയിൽ പോലും ഹിന്ദു വിഭാഗത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ ശക്തി എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായത്തിനിടയിലേക്ക് പോലും കയറിക്കൂടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ഈ ക്രൈസ്തവ വോട്ടുകൾ കൂടി ലഭിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഉള്ള UDF LDF ആ ശാക്തിക ചേരികളെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ബി.ജെ.പിക്ക് നേരത്തെ തന്നെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാവ്ദേക്കർ അവിടെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് വലിയ തോതിൽ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ അവർ ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നു. ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ കേക്കുമായി അവരുടെ വീടുകളിൽ പോകണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. അത് ബിഷപ്പ് ഹൗസിൽ മാത്രമല്ല, സാധാരണ തൊട്ടടുത്തുള്ള അയൽക്കാരായ ക്രിസ്ത്യൻ വീടുകളിലേക്ക് നിങ്ങൾ പോകണം, അവരെ ഓണത്തിന് ക്ഷണിക്കണം, ഈ ഹൈന്ദവ വിഷുവിന് ക്ഷണിക്കണം, മറ്റ് ഉത്സവങ്ങൾക്ക് അവരെ ക്ഷണിക്കണം തുടങ്ങിയ തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ളൊരു ഔട്ട്റീച്ച് പ്രോഗ്രാം അവർ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഗുണം അവർക്ക് ലഭിച്ചു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചതിലും തൃശ്ശൂർ ജയിക്കാൻ കഴിഞ്ഞതിലും പത്തനംതിട്ട മുന്നേറാൻ കഴിഞ്ഞതിലുമൊക്കെ അവർ അത്തരത്തിലൊരു വിലയിരുത്തലാണ് കാണുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ജോർജ് കുര്യനെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഈ ഒരു കരുനീക്കം ഇപ്പോൾ ബി.ജെ.പി നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ മന്ത്രാലയമുണ്ട്, അതിന് ഒരു മന്ത്രിയെ വേണം എന്നുള്ളതുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ജോർജ് കുര്യനെ വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവർക്കുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, രവനീത് ബിട്ടു പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ അംഗമായിരുന്നു, പാർലമെൻറ്റ് അംഗമായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബി.ജെ.പിയിൽ ചേർന്നു. അവിടെ PCC അധ്യക്ഷനോട് പരാജയപ്പെട്ടെങ്കിലും ബിട്ടുവിനെ മന്ത്രിയാക്കാൻ പോവുകയാണ്. ബിട്ടു സഹമന്ത്രിയാണ്. അപ്പോൾ അവിടെ ഒരു പഞ്ചാബി സിക്കിനെ അവരൊരു പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് ബിട്ടു പറഞ്ഞത് കാർഷിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ഇടനിലയായിട്ട് ഞാൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു അകൽച്ച അത് ഒഴിവാക്കുന്നതിന് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം സഹായിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ ബി.ജെ.പിക്ക് ഉണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും. അത് സുരേഷ് ഗോപിയിലൂടെ അവർ നേടിയ വിജയം തൃശ്ശൂർ, അത് ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് അവർ വിലയിരുത്തുന്നത്. അതോടൊപ്പം ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം കൂടിയാകുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിനുണ്ട്.